7 ഘാതം എക്സ് മൈനസ് 3 ഇൻറ്റു 5 ഘാതം 2x മൈനസ് 8 സമം 1225 ആയാൽ എക്സിൻ്റെ വില കാണുക. 7 ഘാതം എക്സ് മൈനസ് 3 ഇൻറ്റു 5 ഘാതം 2x മൈനസ് 8 സമം 1225. ഈ 7നെ നമുക്ക് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റില്ല, കാരണം ഇത് പ്രൈം നമ്പറാണ്, അഭാജ്യസംഖ്യ. 5നെയും പിരിച്ചെഴുതാൻ പറ്റില്ല, പ്രൈം നമ്പറാണ്, അഭാജ്യസംഖ്യയാണ്. നമുക്ക് ഇതിനെ പിരിച്ചെഴുതാം. 1225നെ അഭാജ്യസംഖ്യകൾ കൊണ്ട് ഹരിച്ചെഴുതാം. 5 കൊണ്ട് ഹരിച്ച ഈ 5 10 ശിഷ്ടം 2 22 4 5 20 ശിഷ്ടം 2 24 5 25. വീണ്ടും 5 കൊണ്ട് ഹരിച്ച 4 5 20 ശിഷ്ടം 4 45 9 5 45. ഇനി 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 49, 7 കൊണ്ട് ഹരിച്ച 1. അപ്പോൾ 7 ഘാതം എക്സ് മൈനസ് 3 ഇൻറ്റു 5 ഘാതം 2x മൈനസ് 8 ഇത് അതേപോലെ എഴുതി. സമം 1225നെ 5 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. അപ്പോൾ നമുക്കൊരു സമവാക്യമാണ്. ഇതിൻ്റെ ഇരുവശം നോക്കൂ. ഇരുവശവും ഇവിടുത്തെ പാദസംഖ്യ 7, ഇവിടെയും പാദസംഖ്യ 7ആണ്. ഈ പാദസംഖ്യകൾ തുല്യമാണ്. അതുപോലെയോ അടുത്ത ഇവിടെ പാദസംഖ്യ 5, ഇവിടെയും പാദസംഖ്യ 5. അപ്പോൾ ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ അതാത് കൃതികൾ തുല്യം. അതായത് ഇവിടെ 7ൻ്റെ കൃതി എത്രയേ? എക്സ് മൈനസ് 3 സമമായിരിക്കും ഇവിടുത്തെ 7ൻ്റെ കൃതി എത്രയേ? 2. എക്സ് മൈനസ് 3 സമം 2 ആണെങ്കിൽ എക്സ് സമം 2 മൈനസ് 3 അങ്ങോട്ട് എടുക്കുമ്പോൾ +3, 2 3 കൂട്ടിയ 5 ആണ് എക്സിൻ്റെ വില.